യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നേ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നേ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
ഏകനായി നിത്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിത്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധനാമേ, എന്റെ രാജ്യം വരണമേ, എന്റെ സ്രോതത്തിലെ പല ഭൂമിയിലാണെങ്കിൽ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നോട്ടം ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീ ആകുന്നു. അതിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. മുപ്പതാം സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് എന്നെ യാചിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ?
യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത് എൻ്റെ രട്ട നീ അയച്ചെന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബറക്കുമോ. ദൈവം തമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിയന്യ തിരുമേനി, വന്യവൈദിക സഹോദരങ്ങളെ, ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തകരെ, വന്യ ദൈവജനമേ, അനുഗ്രഹീതമായ നിലയിൽ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ജീവമന്ന പരിപാടി പ്രതിവാര മുടക്കം കൂടാതെ നടക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ കനിഞ്ഞനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നാൾതോറും വളരെ അനുഗ്രഹിക്കപ്പെടുന്നതായ ദൂത് വന്യ വൈദികരുള്ളിൽ ശ്രവിക്കുവാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കൊറോണയുടെ കാലഘട്ടം ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഏറെ അടിച്ചമർത്തപ്പെട്ട പ്രതികൂലതകളുടെ നാളുകളായിരുന്നുവെങ്കിൽ ആധ്യാത്മികമായി ഏറെ വളരുവാനും ദിശാബോധത്തോടെ നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾക്കും ഒക്കെ ദൈവം തമ്പുരാൻ സഹായിച്ചു എന്നുള്ളത് വ്യക്തിപരമായി ദൈവജനവുമായിട്ട് സംസാരിക്കുമ്പോൾ സംവദിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വയം തന്നെ തയ്യാറെടുപ്പിനുള്ള കാലഘട്ടമായിരുന്നു. ദൈവവചനം കൂടുതൽ ഗ്രഹിക്കുവാനുള്ള കാലഘട്ടമായിരുന്നു. അതിനനുസരിച്ച് ജീവിതവും നടപടികളും ക്രമപ്പെടുത്തുവാൻ്റെ കോണം കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമാണ്. പ്രതികൂലതയുടെ നടുവിൽ പ്രേരണ ശബ്ദം, അതാണ് സുവിശേഷം വേദപുസ്തകം നമുക്ക് നൽകുന്നത്. എത്ര പ്രതികൂലതയുടെ നടുവിലും കരം താങ്ങുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞു. ഏറെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് പ്രതികൂലതയുടെ നടുവിലും നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. സംഭവബഹുലമായ ഒരു വർഷം നമ്മളെ പിന്നിടുന്നു. പലവിധമായ പ്രതികൂലതകൾ, സമാനതകളില്ലാത്ത പ്രതികൂലതകൾ, മനുഷ്യചിന്തയ്ക്കപ്പുറമായ സംഭവങ്ങൾ നടന്ന ഒരു വർഷം. ആ പ്രതികൂലതയുടെ നടുവിലൊക്കെയും ദൈവം നമ്മെ നടത്തിയതിനെ വഴികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയണം. 2-3 ദിവസങ്ങൾ, ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ 20 വർഷം നമ്മളെ പിന്നിടുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് വരവേൽക്കുവാൻ തക്കവണ്ണം നമ്മളെ തയ്യാറെടുക്കുക. സ്വയപരിശോധനയ്ക്കും പാകപ്പിഴകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും മുട്ടിപ്പാട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കുറവുകളെ തിരിച്ചറിഞ്ഞുപേക്ഷിച്ച് പ്രത്യാശയുടെ അനുഭവത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രതികൂലതകൾ ഏറി വരുമ്പോൾ നമ്മൾ ദൈവത്തോടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും അർത്ഥവത്വമായി പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയണം. ഒരുപക്ഷെ ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ ആകമാനം ഗ്രഹിച്ചിരിക്കുക. ലോകരാഷ്ട്രങ്ങൾ തയ്യാറെടുക്കണം, സഭാ നേതാക്കന്മാർ തയ്യാറെടുക്കണം, എല്ലാ ജാതി മതസ്ഥരും തയ്യാറെടുക്കണം. യോനായുടെ കപ്പലിൻ്റെ ഒരു പ്രതീതി ഈ ലോകമാസകലം ഉണ്ടാകണം. അവനവൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് വലിയതായ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവമുഖത്തേക്ക് തിരിയുവാൻ, ദൈവമുഖം ആദരിക്കുവാനുള്ള ഒരനുഭവമാണെന്നാണ് ഇന്നെല്ലാവരും തിരിച്ചറിയുന്നത്. ശാസ്ത്രീയമായ ഏറെ മുന്നേറ്റങ്ങൾ, വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ നിയന്ത്രണം ലോകത്തിലുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. വേദഭാഗത്തുനിന്ന് ഒരു വാക്യം മാത്രം ഓർപ്പിച്ച് നിർത്തുകയാണ്. പ്രതികൂലതകൾ ഏറി വന്ന ഒരു സാഹചര്യത്തിൽ നെഹമ്യാ പ്രവാചകൻ അവലംബിച്ച ഒരു കാര്യം, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ചു, പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ദൈവജനത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ ശേഷിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? സങ്കടകരമായ ചില സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ മനം നൊന്ത് നെഹമ്യാ പ്രവാചകൻ്റെ പ്രാർത്ഥന നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ വ്യസനത്തോടെ പ്രാർത്ഥിക്കുന്നു. നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് 3-4 തലങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും.
വ്യസനവും മാനുഷികമായി പരിഹരിക്കുവാൻ കഴിയാത്തതുമായ വിഷയങ്ങൾ വന്നപ്പോൾ നെഹമ്യാവ് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് നെഹമ്യാവ് സ്വയം വിശുദ്ധീകരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് പാപങ്ങൾ മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടുവാനോ ആരോപിക്കുവാനോ ശ്രമിക്കാതെ സ്വയം പാപങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നാലാമതായിട്ട് മോശയ്ക്ക് നൽകിയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, കാലാകാലഘട്ടങ്ങളിൽ പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ദൈവത്തിൻ്റെ വഴികൾ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് ഇന്നും നമ്മെ കരുതുവാൻ, കാക്കുവാൻ, വിടുവിക്കുവാൻ കഴിയും എന്ന് പൂർണ്ണ ബാധ്യതയോടെ നിലവിളിക്കുന്ന നെഹമ്യാവിനെ 1-ാം അധ്യായത്തിൽ നമ്മളെ കാണുകയാണ്. നമ്മളും പ്രതികൂലതകളുടെ ഈ ഘട്ടത്തിൽ കണ്ണുനീരോടെ നിലവിളിച്ച് ഉപവസിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് മറ്റാരിലും ആരോപിക്കാതെ, നമ്മളോട് ആരെങ്കിലും 10 വാക്യങ്ങൾ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കെടുതികൾ, നശിച്ച ജനം അവരങ്ങനെ നടക്കും, അതുകൊണ്ടാണെന്നൊക്കെ പറയും. നെഹമ്യാവ് അങ്ങനെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒരു പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങളെ ബോധപൂർവ്വം നമ്മളേറ്റു പറഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് തയ്യാറെടുക്കാം. നോഹയുടെ കപ്പലിൽ അതാത് ജനങ്ങൾ അവരവരുടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ ലോകമാകുന്ന കപ്പലിൽ രക്ഷയുടെ മാർഗ്ഗം ഇത് മാത്രമാകത്തുള്ളൂ. അവരവരുടെ ദൈവത്തെ വിളിച്ച് വിശ്വാസത്തിനനുസരിച്ച് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഒരു പുതുവർഷത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാം. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് പരിമിതമായ സാഹചര്യമെങ്കിലും അർത്ഥവത്തായിട്ട് ആചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞു. ഒരു പുതുവർഷം, പുതിയ ദിനം, പുതിയ കൃപകളുടേതായി തീരട്ടെ. എല്ലാവിധ അനുഗ്രഹാശംസകളും കേൾവിയിലൂടെ എല്ലാവരെയും ഇടയാകട്ടെ എന്ന് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. ഇന്ന് ബഥേൽ അരമനപ്പള്ളിയിൽ നടക്കുന്നതായ ഈ ഓൺലൈൻ ധ്യാനം ലോകമെമ്പാടും ദൈവജനം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം വഹിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന അഭിയന്യ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസിനെ, അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസിനെ ഭക്തി ആദരപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തെ സെക്രട്ടറി ബഹുമാനങ്ങൾ മാത്യു എബ്രഹാം കാരക്കിലച്ചൻ അച്ഛനെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷകൾക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്, ദൈവദത്തമായ നിയോഗം ലഭിച്ചിരിക്കുന്നത് വന്യനായ നമ്മുടെ ഗീവർഗീസ് ജോണച്ചന്. അച്ഛൻ ഇപ്പോൾ പേരിശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരിയാണ്. ഭദ്രാസന കൗൺസിലിംഗ് അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നു. വിവിധ ആധ്യാത്മിക സമ്മേളനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. ആഗമന സഭയുടെ പ്രാർത്ഥനയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീർഘനാൾ ഈ ശുശ്രൂഷകളൊക്കെ നടന്നു. ഔദ്യോഗികമായിട്ടൊരു അധ്യാപകനായിട്ട് ശുശ്രൂഷ വേല ചെയ്തിരുന്നെങ്കിലും അതൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വൈദികൻ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമായി മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം വളരെ ആദരപൂർവ്വം വന്ദനായ ഗീവർഗീസ് ജോണച്ചനെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിബി ജോർജ് സാറ്, ജോയിൻറ്റ് സെക്രട്ടറി ബിൻസി റെജി, മറ്റ് എല്ലാ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, ദൂരെയും ചാരയുമായിരിക്കും ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലോകമെമ്പാടും വ്യാപരിപ്പാൻ തക്കവണ്ണം കഠിനാധ്വാനം ചെയ്യുന്നത് ബഥേൽ ക്രിയേഷൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന റെനി തോമസ് അച്ഛൻ, ബഹുമാന്യനായ ഒബിനച്ഛൻ, ബഹുമാനായ പോൾസൺ അച്ഛൻ, അതുപോലെ എല്ലാവരെയും അതിൻ്റെ സഹപ്രവർത്തന എല്ലാവരെയും, ബഹുമാന്യനായ ഗ്രിഗറി, എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അവരുടെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവരെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഇടവകാംഗവും സുവിശേഷ സംഘം ഡയറക്ടറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിലച്ഛൻ, സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജിബി ജോർജ്,
സഹോദര വൈദികരെ, പ്രിയപ്പെട്ട ഗിഗറി, മറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ കാലഘട്ടം വളരെ അതിരൂക്ഷമായ ഒരു കാലഘട്ടമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര നാൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറേയൊക്കെ ഇത് തുടർന്ന് ഈ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അതിനൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് വചന ശുശ്രൂഷ നടത്തുന്ന തക്കോണം ബഹുമാനപ്പെട്ട തോമസ് കുക്കാപ്പറമ്പിൽ അച്ഛനാണ് എന്നെ വിളിച്ചത്. ഞാനത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു അന്ന്, പക്ഷേ എനിക്ക് വേറൊരു അസൗകര്യമുള്ളത് കൊണ്ട് അന്നെനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് അത് ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽപ്പെട്ട 9 ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ 9 ഫലങ്ങളെക്കുറിച്ച്, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറയാൻ പോകുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്നുള്ള ഒരു ശ്രേഷ്ഠമായ വാക്യമാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇത് മുന്തിരിച്ചെടിയെക്കുറിച്ചുള്ള ഒരു സാദൃശ്യമാണ്. സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വാക്യമാണ്. ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള ഐക്യത്തെ സ്പഷ്ടമാക്കുക മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തെ വ്യക്തമാക്കുവാനും ഈ സന്ദേശം ഉപകരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തീയ ജീവിതം അതിൻ്റെ ഫലപൂർണ്ണമായിരിക്കണം. അത് നിഷ്ഫലമായ ഒരു അവസ്ഥയല്ല. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിത്വമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സംഗതി എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ പറയാൻ പോകുന്ന വേദഭാഗം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ്. അവിടെ 9 ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വേദഭാഗമാണ് ഗലാത്യലേഖനം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത് പരിശുദ്ധനായ പൗലോസ് ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ്. അതിൽ ഏകദേശം 6 അധ്യായങ്ങളുണ്ട്. അതിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ദൈവത്തോട് ബന്ധപ്പെടേണ്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് 3 ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം പറയുന്ന 3 സംഗതികൾ, ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവയാണ്. നമ്മുടെ ഈ ലോകത്തിൽ അവതരിച്ച കർത്താവ് പിതാവിനെക്കുറിച്ചുള്ള ബന്ധത്തെ അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് ചെയ്ത മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈ ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം.
സ്നേഹം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഗതി. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. പരസ്പരം സ്നേഹിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുവാനും കഴിയണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജീവിതം പരസ്പര സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഈ സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുവാൻ നമുക്ക് സാധിക്കരുത്. അവിടെയാണ് ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ആ ഒരു അനുഭവത്തിൽ ദൈവത്തോടുള്ള ബന്ധം, പരസ്പര സ്നേഹം എന്നിവ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കണം. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എല്ലാ ആത്മീക ഫലങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു ശ്രേഷ്ഠമായ സന്ദേശമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാവിധമായ കൃപകളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു വലിയ ശ്രേഷ്ഠമായ ചിന്ത നമുക്കുണ്ടാകണം. ആ ഒരു അനുഭവത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് സ്നേഹം എന്ന പദത്തിൻ്റെ അർത്ഥം? സ്നേഹമെന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദം അഗപ്പെ എന്നാണ്. സാധാരണ ഗ്രീക്ക് ഭാഷയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു പദമാണിത്. എങ്കിലും ഇത് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പദമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏതാണ്ട് 120 പ്രാവശ്യം ഈ പദത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുവാനും പരസ്പര സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായിരിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ സ്നേഹമെന്ന പദത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഗലാത്യലേഖനം 2:27 എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ വെച്ച കർത്താവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവ്. പക്ഷേ നമുക്കറിയാം, അന്നത്തെ യഹൂദ സമൂഹം കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു അനുഭവത്തിൽ അവർക്ക് ലഭിച്ച തിരിച്ചടികളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഇവിടെ നമുക്ക് പരാമർശിക്കുന്ന മറ്റൊരു സംഗതി യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 4:19 അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പരസ്പരം പങ്കിടേണ്ട ഒന്നാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വലിയൊരു അപാകതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്നേഹം എന്ന ആദ്യത്തെ പദം അത് പരസ്പരം സ്നേഹിക്കുവാനും നമുക്ക് കർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുവാനും ആ സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിക്കുവാനും കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന്. രണ്ടാമതായി പറയുന്ന സംഗതി സന്തോഷമാണ്. എന്താണ് സന്തോഷം? ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവസ്നേഹത്തിൽ നിന്നുളവാകുന്നതും ദൈവ സംസർഗത്തിൽ കൂടി പരിപുഷ്ടിപ്പെടുന്നതുമായ ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. സ്നേഹമെന്ന പോലെ സന്തോഷവും പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്യമാണ്.
ഏതാണ്ട് 72 പ്രാവശ്യം സന്തോഷിക്കുക എന്ന ഒരു പദം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സന്തോഷം? പരസ്പരം ആളുകൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ കഴിയുന്നതാണ് ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഓർക്കണം. സന്തോഷമെന്ന് പറയുന്നത് ഇക്കിളിപ്പെടുത്തുന്ന നൈമിഷികമായ ഒരു അനുഭവമല്ല. ദൈവത്തിൻ്റെ അഭിമുഖമായ ഒരു ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ദിവ്യ അനുഭൂതിയാണ് സന്തോഷം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ച് ശ്രേഷ്ഠമായ സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈശ്വരൻ ആനന്ദമൂർത്തിയാണ്. മനുഷ്യൻ ആനന്ദത്തിൻ്റെ അനുഭൂതിയിലെത്തുന്നത് ഈശ്വര സാമീപ്യത്താലും സംസർഗത്തിലും കൂടിയാണ്. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലൂടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിലും സന്തോഷമാകുന്ന ആത്മീക ഫലം വളരെ പുറപ്പെടുവിച്ചു എന്ന് കരുതാം. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ദൈവത്തിൻ്റെ ദർശനത്തിലൂടെ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായി മാറുന്ന ഒരു ജീവിത അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരനുഭവമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. എന്താണ് സമാധാനം? നമ്മളെല്ലാവരും ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. പല പ്രാവശ്യം പുറകോട്ട് തിരിഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താണ് സമാധാനം? ശാന്തി അഥവാ സമാധാനം എന്നുള്ളത് സ്നേഹവും സന്തോഷവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉളവാക്കുന്ന ഒരു അനുഭൂതിയാണ്. ആ ഒരു അനുഭവത്തിൽ സമാധാനത്തെ കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഈ സമാധാനം എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ എബ്രായ പദം ഷാലോം എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ സുറിയാനി പദത്തിൽ അതിന് സ്ലോമോ എന്ന് പറയും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന ആന്തരിക ഭാവമാണ് സമാധാനം എന്നുള്ളത്. ആ ഒരു അനുഭവത്തിൽ ദൈവത്തോട് നമുക്കുള്ള ബന്ധം അതെപ്പോഴും ശ്രേഷ്ഠമായിരിക്കണം. ആ ഒരു അനുഭവത്തിൽ വേണം നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. യേശുക്രിസ്തുവിൽ ആത്മീയമായ സമാധാനം പൂർണ്ണമായ നിലയിൽ പ്രകടമായിരുന്നു. അവിടുന്ന് ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവിടുന്ന് അനുഭവിച്ച അതേ ഹൃദയ സമാധാനമാണ് അവിടുത്തെ അരുമ ശിഷ്യന്മാർക്കും അദ്ദേഹം പകർന്നു കൊടുത്തത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് സമാധാനം എന്ന പദം ലോകത്തിൽ എല്ലാ വ്യക്തികളും മനസ്സിലാക്കി അനുഭവിച്ചറിയേണ്ട ഒന്നാണ് എന്നുള്ള ഒരു ശ്രേഷ്ഠമായ അനുഭവം നമുക്കുണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ.
നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴെങ്കിലും സമാധാനത്തിന് കുറവ് വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സമാധാനമില്ലാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. വെറുപ്പും വിദ്വേഷവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സമാധാനം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ശ്രേഷ്ഠമായ സംഗതിയുണ്ട്. അതുകൊണ്ട് ആർക്കും ആരോടും വിരോധം തോന്നാതെ പരസ്പരം സമാധാനത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു: സ്നേഹം, സന്തോഷം, സമാധാനം. 4ാമത് പറയുന്നത് ദീർഘക്ഷമയെക്കുറിച്ചാണ്. എന്താണ് ദീർഘക്ഷമ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കുവാൻ വളരെ വിഷമമുള്ള ഒന്നാണ് ദീർഘക്ഷമ. എല്ലായ്പ്പോഴും എല്ലാവർക്കും ക്ഷമിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ എന്ന പദം അതെപ്പോഴും ഉണ്ടായിരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എങ്ങനെയാണ് ദീർഘക്ഷമ നമുക്ക് പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നത്? പരിശുദ്ധാത്മ വ്യാപാരത്തിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയൂ. വേഗത്തിൽ ചൊടിക്കുന്ന സ്വഭാവത്തിന് നേരെ എതിരായിട്ടുള്ളതാണ് ദീർഘക്ഷമ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കോപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ചൊടിപ്പിച്ച് ആളുകളെ കാണാറുണ്ട്. ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പറയും, നോക്ക് അവനെ കണ്ടോ, അവൻ എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഇത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്യമുണ്ട്. യഹോവ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ എന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും യഹോവയായ ദൈവത്തെ വേണം നമ്മൾ കാണുവാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമയില്ലാത്തവരാണ് എന്നൊരിക്കലും കരുതരുത്. മറ്റുള്ളവരെ കാണുമ്പോൾ അവനോടുള്ള ദേഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തായിട്ട് യഹോവയായ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നുള്ള ഒരു ശ്രേഷ്ഠമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ് ക്ഷമ. നമുക്ക് മറ്റുള്ളവരോട് വിരോധം തോന്നിയാലും അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 5-ാമതായിട്ട് പരാമർശിക്കുന്ന ഒന്ന് ദയ എന്നുള്ളതാണ്. എന്താണ് ദയ? നമുക്ക് മറ്റുള്ളവരുടെ ദയയുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ദയ കാണിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടായിരിക്കാം, മറ്റുള്ളവരോട് വെറുപ്പുണ്ടായിരിക്കാം, വിദ്വേഷമുണ്ടായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയാണ്?
എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെയാണ് വെറുപ്പ് തോന്നാൻ സാധ്യതയുള്ളത്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. ദീർഘക്ഷമയോട് ബന്ധപ്പെട്ട് പോകുന്ന ഒന്നാണ് ദയ. ദീർഘക്ഷമയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ദയയും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാകുന്നു എന്നാണ്. അപ്പം ദൈവം ദയയുള്ളവനാണ് എങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ആ ദയ കാണിച്ചുകൂടാ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. പക്ഷെ പലപ്പോഴും എല്ലാ മനുഷ്യരും ദയയുള്ളവരായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയാണ് ദയ ഇല്ലാത്ത ജീവിതമായി തീരുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ പൗലോസ് അനുസ്മരിക്കുന്ന മറ്റൊരു സംഗതി തീത്തോസിൻ്റെ സുവിശേഷം, തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ, എങ്കിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹനിർഭരമായ ദയയും പ്രത്യക്ഷമായപ്പോൾ അവിടുന്ന് നമ്മെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും നന്മയും ദയയും ഉണ്ടായപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മനുഷ്യത്വം മരവിച്ച് ജനങ്ങൾ കൂടുതൽ കഠിനചിത്തരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ നമുക്ക് മനുഷ്യത്വം മരവിക്കാതെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാക്കി തീർക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ദയയുള്ളവരായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അനുഭവത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. ഞാൻ 5 കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. 6-ാമതായിട്ട് പറയാൻ പോകുന്നത് പരോപകാരം അഥവാ നന്മ. എന്താണ് പരോപകാരം? പുതിയ നിയമത്തിൽ അധികമായി പ്രത്യക്ഷപ്പെടാത്ത ഒരു പദമാണ് പരോപകാരം എന്നുള്ളത്. ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് നന്മ. നല്ലവനായി അഥവാ നന്മയുള്ളവനായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം പരാമർശിക്കുന്നു. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രേഷ്ഠമായി കാണുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് പരോപകാരം എന്ന ആ ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരോട് ദയയും പരോപകാരവും കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ പലപ്പോഴും നന്മ നിറഞ്ഞ മറിയാമേ എന്ന് ചൊല്ലാറുണ്ട്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ ചൊല്ലേണ്ടത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിൽ പരോപകാരം അഥവാ നന്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് എന്ന് നമ്മൾ ഓർക്കണം. നന്മ എന്ന് നാം ഇവിടെ വിവക്ഷിക്കുന്നത് ആത്യന്തികമായി മറ്റുള്ളവരുടെ നന്മയെ കാംക്ഷിക്കുന്ന മനോഭാവത്തെയാണ്. മറ്റുള്ളവരോട് നമുക്ക് നന്മയുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. ഇന്നത്തെ സമൂഹം എങ്ങനെയാണ് മറ്റുള്ളവരുടെ നന്മ കാണിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരാൾ നടന്നു പോകുമ്പോൾ കടയിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ നടന്നു പോകുന്ന ആൾ ഇവനോട് വെറുപ്പുള്ളവനാണെങ്കിൽ ഈ നിൽക്കുന്ന വ്യക്തി പറയും, അതുകൊണ്ട് കണ്ടോ അവൻ പോകുന്നു, അവനെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ജീവിത അനുഭവം ഉണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, പരോപകാരം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വിരോധം കാണിക്കുവാനുള്ളവരല്ല നമ്മൾ. ഒരുപക്ഷെ അവർക്ക് നമ്മളോട് വിരോധമുണ്ടായേക്കാം. പക്ഷെ മറ്റുള്ളവരോട് വിരോധം കാണിച്ച് അവനെ ഞാൻ പൂട്ടും എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും കൊണ്ടുപോകരുത്.
നമുക്കാരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം ഓരോ വ്യക്തിക്കും ഓരോ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുക്കുന്ന അവസരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് അവനെ നമുക്ക് ഒതുക്കണം എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. ഒരുപക്ഷെ ദൈവം നമ്മളെ ആയിരിക്കും ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരോട് ഒരിക്കലും പരോപകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിക്കരുത്. അവിടെയാണ് ദൈവം നമുക്ക് നന്മ തരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഞാൻ 6 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. അവിടെ എന്താണ്? നന്മയും ദയയും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത 2 പ്രവൃത്തികൾ പര്യാപ്തമാണ്. ഒന്ന്, പരീശന്മാരെ ഭത്സിക്കുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ നന്മയുടെ പ്രവർത്തനമാണ് വെളിപ്പെട്ടത്. കാരണം അതിൽ കൂടി ആത്യന്തികമായി നന്മ വരുത്തുവാൻ അവിടുന്ന് ഉദ്ദേശിച്ചു. പാപിനിയായ സ്ത്രീയുള്ള സമീപനത്തിൽ പ്രകടമായതും അവിടുത്തെ ദയയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് നന്മ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അവർക്ക് നന്മ പകരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ശ്രേഷ്ഠമായ സംഗതിയാണ് ഇവിടെ പരാമർശിച്ച് നമ്മൾ ഓർക്കണം. 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ സമർപ്പിച്ചു. ഈ 3 ആത്മീക ഫലങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് 7ാമത്തെ സംഗതി? അത് വിശ്വസ്തതയാണ്. ഇത് നമ്മൾ പരാമർശിക്കുമ്പോൾ എന്താണ് വിശ്വസ്തത? അതായത് ഫെയ്ത്ത്ഫുൾനെസ്. അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരാണോ എന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം വിശ്വസ്തതയുള്ള ജീവിതമാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. എന്താണ് വിശ്വസ്തത? ദൈവത്തിൻ്റെ മഹത്തായ ഒരു സ്വഭാവമാണ് വിശ്വസ്തത. കാരണം ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം വിശ്വസ്തനാണ് എങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് ആ വിശ്വസ്തത പ്രകടമാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ അവതാരമായി ഈ ലോകത്തിൽ അവതരിച്ച ക്രിസ്തു ആ വിശ്വസ്തതയെ ശരിയായി വെളിപ്പെടുത്തി. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം കടന്നു പോകുന്ന വഴിയിലൂടെയൊക്കെ പല രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പല ആളുകൾക്ക് ശ്രേഷ്ഠമായ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുരുടന്മാർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ വിശ്വസ്തതയുടെ ഭാവങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന്. എന്താണ് മോശയുടെ ജീവിതാനുഭവം? ദൈവത്തിൻ്റെ ഭവനത്തിലൊക്കെയും അദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്ന് പരാമർശിക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെയുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ്. ആ വിശ്വസ്തതയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ നഷ്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വസ്തത എന്ന ഒരു സംഗതി ആത്മീയമായ ഒരു ഫലത്തിൻ്റെ അനുഭവമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നിലനിർത്തുവാനുള്ള തീവ്രമായ ശ്രമമാണ് ഈ വിശ്വസ്തതയിലൂടെ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഞാൻ 7 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു. ഇനിയും സമർപ്പിക്കുവാനായിട്ടുള്ളത് സൗമ്യത എന്ന സംഗതിയാണ്. പരിശുദ്ധ റൂഹായുടെ 9 ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ് സൗമ്യത. പലപ്പോഴും എല്ലാ മനുഷ്യരും സൗമ്യരാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല.
യവനന്മാരുടെ ധാർമ്മിക വീക്ഷണത്തിൽ സൗമ്യത ഒരു സുഹൃതമായിട്ടല്ല, ബലഹീനതയായിട്ടാണ് കരുതിയത്. എന്നാൽ എബ്രായ ചിന്തയിൽ സൗമ്യത ഒരു വലിയ സുഹൃതമാകും. ആ ഒരു അനുഭവത്തിൽ സൗമ്യത എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. കർത്താവ് സൗമ്യനായിരുന്നു, ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ ജീവിതം നമുക്കറിയാം. 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച കർത്താവ് ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയാം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവ് പിശാചിനോട് 3 അവസരങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട്. അവിടെ എങ്ങും പിശാചിനോട് കർത്താവ് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ സൗമ്യത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. ആ ഒരു അനുഭവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ വളരെ ശ്രേഷ്ഠമായി പറയുന്നുണ്ട്. നമുക്ക് ലഭിക്കാത്ത ആ സ്ഥാനത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സൗമ്യരായിരിക്കണം. പലപ്പോഴും ദേഷ്യപ്പെടുന്നവരുണ്ട്, പലപ്പോഴും മറ്റുള്ളവരോട് വളരെ മോശമായി പെരുമാറുന്നവരുണ്ട്, പലപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യത്തിൽ പെരുമാറുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഒരാളിനോട് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ കാണിക്കേണ്ട ഒന്നാണ് സൗമ്യത എന്നുള്ളത്. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ആ കാര്യത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം പഠിക്കുന്നവരായിരിക്കണം. എന്താണ് സൗമ്യത? മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും മറ്റുള്ളവരോട് നമ്മൾ ബന്ധപ്പെടുമ്പോഴുമൊക്കെ സൗമ്യ മനസ്സോടെ പെരുമാറുകയും ബന്ധപ്പെടുകയും ചെയ്യുവാൻ സാധിക്കേണ്ട ഒരു ജീവിത അനുഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ഗുണങ്ങൾ, അത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഏറ്റവും അവസാനമായി 9ാമത്തെ സംഗതി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് 9? ഇന്ദ്രിയജയം. എന്താണ് ഇന്ദ്രിയജയം? ആത്മനിയന്ത്രണമാണ് ഇന്ദ്രിയജയം. നമ്മുടെ ജീവിതത്തിൽ 9 ഫലങ്ങളിൽ ഏറ്റവും അവസാനമായി പറയുന്നതാണ് എങ്കിലും നമ്മുടെ ജീവിതം ആത്മനിയന്ത്രണത്തിൽ ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് ധന്യമായി തീരുന്നത്. എന്താണ് ആത്മനിയന്ത്രണം? നമുക്ക് പലപ്പോഴും ആത്മനിയന്ത്രണങ്ങൾ പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതല്ല, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് എപ്പോഴും ആത്മനിയന്ത്രണം പാലിക്കണം. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ് അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. എന്താണ് നമ്മുടെ ജീവിതം? ഇന്ന് നമ്മൾ പലപ്പോഴും ഇന്ദ്രിയ ജയം, ആത്മനിയന്ത്രണം വിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഉള്ളത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, അംഗം പൊരുതുന്നവൻ്റെ ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർജനം ആചരിക്കുന്നതിൻ്റെയും നിഷ്ഠകൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. എന്താണ്? അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ കാണണം. നമുക്ക് മറ്റുള്ളവരോട് ഒരിക്കലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളവരായിരിക്കും. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കണം.
ആ കാരണം കൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാനും ഇടയാകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ 9 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. 9 കാര്യങ്ങളിൽ ഒന്നാമത്തത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ള ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ് നമുക്കുള്ളത്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്ക ശുശ്രൂഷയിൽ പട്ടക്കാരൻ ത്രോണോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നടത്തുന്ന പ്രാർത്ഥന വളരെ അർത്ഥസമ്പുഷ്ടമാണ്. ആ ഒരു അനുഭവമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ത്രോണോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായി ദൈവത്തോട് ചേർന്ന് പൈശാചിക ഉപദ്രവത്തിൽ നിന്നൊക്കെ മാറി ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ഒരു ശ്രേഷ്ഠമായ അനുഭവമാണുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ 9 ഫലങ്ങൾ വളരെ ശ്രേഷ്ഠമായി പ്രകടമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഒരിക്കലും നമ്മൾ ഇത് നഷ്ടപ്പെടുന്നവരായി ജീവിക്കുവാൻ ഇടവരരുത്. ഈ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് നമ്മൾ ഓർക്കണം. ദയയും സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഇന്ദ്രിയജയവും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ആ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ശ്രേഷ്ഠമായി തീരും എന്ന കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ. എപ്പോഴും നമുക്കിത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. എപ്പോഴും ദയയുള്ളവനായിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എപ്പോഴും അത് സാധ്യമാകുമെന്ന് നമുക്കൊരിക്കലും പറയുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരോട് ദയ കാണിച്ച് മറ്റുള്ളവരോട് ശ്രേഷ്ഠമായി പെരുമാറുവാൻ കഴിയണം. എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് വിദ്വേഷമുള്ള പലരുമുണ്ട്. അവരോടൊന്നും നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വിദ്വേഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട, അവരോട് വിദ്വേഷം പ്രകടിപ്പിക്കാതിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കണം. മറ്റുള്ളവരോട് സന്തോഷം പങ്കിടുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് നമുക്ക് കഴിയുന്നില്ല. അവിടെ സമാധാനം, മറ്റുള്ളവരോട് സമാധാനം നമുക്ക് നൽകുവാനായിട്ട് കഴിയുമെങ്കിൽ അവിടെയും ഒരു ശ്രേഷ്ഠമായ അനുഭവമുണ്ട്. അപ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഫലങ്ങൾ അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലങ്ങളാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാകരുത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ ആ ദേഷ്യപ്പെടലിലൂടെ നമ്മുടെ ദീർഘക്ഷമ നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവരോടൊരിക്കലും ദേഷ്യം പ്രകടിപ്പിക്കുവാൻ ഇടവരരുത്. അതുപോലെ മറ്റുള്ളവരോട് ദയയുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് വിശ്വസ്തരായിരിക്കണം. മറ്റുള്ളവരോട് സൗമ്യതയുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് ഇന്ദ്രിയജയം കാണിക്കുന്നവരായിരിക്കണം. ഇപ്രകാരമുള്ള ഒരു ശ്രേഷ്ഠമായ ജീവിത അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അപ്രകാരം ദൈവം നമുക്ക് ഈ 9 ഫലങ്ങളിലൂടെ ശ്രേഷ്ഠമായ അനുഭവം തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട തോക്കാപ്പറമ്പ് അച്ഛനോടും ജീവിയോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട്, കടന്നു വന്ന നിങ്ങളെല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ തോമസ് കൊക്ക പറമ്പിലച്ചൻ, ഗീവറീസ് ജോണച്ചൻ, നാനാദേശത്തുമിരുന്ന് ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കാളികളാകുന്ന വിശ്വാസ സമൂഹമേ, ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ജീവമന്ന എന്ന സുവിശേഷ ധ്യാനയോഗത്തിൻ്റെ 25ാമത് ധ്യാനയോഗമാണ് ഇന്നിവിടെ പൂർത്തീകരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവനും ഗ്രസിച്ചപ്പോൾ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ഈ മാധ്യമത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം സർവേശ്വരനായ ദൈവം നമുക്കിടയാക്കി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുന്നു. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ ധ്യാനയോഗത്തിൽ പങ്കാളികളായ ഏവരോടും നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ജൂലൈ മാസം 22-ാം തീയതി അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി അനുഗ്രഹിച്ച് ആശീർവദിച്ചതാണ് ജീവമന്ന എന്ന ഈ ധ്യാനയോഗം. തിരുമേനിയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമാണ് മുടക്കം കൂടാതെ ഇന്ന് വരെ ഇത് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിവന്യനായ തിരുമേനിയുള്ള നന്ദി തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ അറിയിക്കട്ടെ. തിരുമേനിയോട് ചേർന്ന് ഇതിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി വന്ദനായ മാത്യു എബ്രഹാം കാരക്ലച്ചറുള്ള നന്ദി സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വന്ദനായ തോമസ് കൊക്ക പറമ്പിലച്ചനാണ്. അച്ഛൻ്റെ നേതൃപാഠവും പ്രാർത്ഥനയും കാര്യക്ഷമമായ നേതൃത്വവുമാണ് ഈ ധ്യാനയോഗം മുടക്കം കൂടാതെ നടത്തുവാൻ ഇടയാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാസമയം ഓരോ ആഴ്ചകളും പ്രസംഗിക്കേണ്ട ബഹുമാന്യ വ്യക്തികളെ കണ്ടെത്തുകയും അവരെ ക്ഷണിക്കുകയും ആ രീതിയിലൊക്കെ ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമം നടത്തുന്ന വന്ദനായ തോമസ് കൊക്ക പറമ്പിലച്ചൻ തൻ്റെ അനാരോഗ്യം വകവയ്ക്കാതെ എല്ലാ ആഴ്ചകളിലും ഇവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ട ചെറുതെങ്കിലും അർത്ഥവത്തായ വലിയ ദൂത് നൽകുകയും ഇത് നേതൃത്വം വഹിക്കുന്ന വന്ദനായ തോമസ് കൊക്ക പറമ്പിലച്ചനുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനയോഗത്തിൽ ധ്യാന ശുശ്രൂഷ നിർവഹിച്ചത് വന്ദനായ ഗീവറീസ് ജോണച്ചനാണ്. പേരിശ്ശേരി മാർ ഈസ്റ്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ അച്ഛനിപ്പോൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ കൗൺസിലിംഗ് വിങ്ങായ മാർ ബെസലിയോസ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയിലും അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അഖില മലങ്കര പ്രാർത്ഥനയോഗത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടെയാണ് വന്ദനായ ഗീവറീസ് ജോണച്ചൻ. യഥാസമയം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വരികയും വിശുദ്ധ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 - 23 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആത്മാവിൻ്റെ 9 ഫലങ്ങൾ വളരെ ലളിതമായി നമുക്ക് വിശദീകരിച്ചു തന്ന വന്ദനായ ഗീവറീസ് ജോണച്ചനുള്ള നന്ദി ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ അറിയിക്കട്ടെ. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നാം ആയിരിക്കും സ്ഥാനങ്ങളിലിരുന്ന് ഈ ധ്യാനയോഗത്തിൽ പങ്കാളികളാവാൻ തക്കവണ്ണം ഇടയാകുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മീഡിയ വിങ്ങായ ബഥേൽ ക്രിയേഷൻസിന് നേതൃത്വം നൽകുന്ന വന്ദനായ റെനി തോമസ് അച്ഛനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒബിൻ ജോസഫ് അച്ഛൻ, പോൾസൺ ഷമ്മാശൻ,
ഗ്രിഗറി എന്നിവരാണ്. തീർച്ചയായും അവരുടെ കൈത്താങ്ങലാണ് ഇത് വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നത്. ആ ബഹുമാന്യ വ്യക്തികളുള്ള നന്ദി സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ വ്യക്തികളുടെ പേരിലും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. സുവിശേഷ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ബിൻസി റജി, മറ്റ് ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, സുവിശേഷ സംഘം പ്രവർത്തകർ ഏവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇരുന്ന് മുടക്കം കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടത്തുന്ന ഈ ധ്യാനയോഗത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളോടും വിശ്വാസി സമൂഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 2020 ഇവിടെ അവസാനിക്കുന്നു. 2021 എന്നൊരു പുതിയ വർഷം കാണുവാൻ തക്കവണ്ണം നാം തയ്യാറെടുത്തിരിക്കുന്നു. ഈ കോവിഡ് മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ശാന്തമായ ഒരു പുതുവർഷം ഏവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിയോജനോട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യശക്തി കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. എൻ്റെ ഏകപുത്രൻ ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാറയ്ക്കുമാർ സകലത്തിൻ്റെയും കർത്താവേ, നിന്നെ സ്നേഹിച്ചവരായ നിബന്മാരുടെയും സുവിശേഷം പ്രസംഗിച്ചവരായ സ്ത്രീയന്മാരുടെയും പ്രാർത്ഥനകളുടെ അപേക്ഷകളാലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിൻ്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ. കർത്താവ് രണ്ട് ലോകങ്ങളും എൻ്റെ അധികാരത്തിലിരിക്കുന്നു. ജീവനോടിരിക്കുന്നതിന് ശ്രീപാൽ കാത്തുകൊള്ളണമേ. എൻ്റെ ക്ഷണത്തിൽ മരിച്ചുപോയവർക്ക് എൻ്റെ കരുണയാൽ ഭാവരിയാരം കൊടുക്കുകയും ചെയ്യണമേ. മറിയോറാഹെ മേലനുവാദാറേയും കർത്താവേ, നിൻ്റെ മാതാവിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പുണ്യപ്പെടുത്തണമേ. കന്യക മറിയാമിനെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് വാഴ്വായിരിക്കണേ. ഉള്ള പ്രാർത്ഥനകൾക്ക് ആത്മാക്കളും കോട്ടയമായിരിക്കണമേ. നിബിയന്മാരും സ്ത്രീയന്മാരും സഹോദയന്മാരും പരിശുദ്ധന്മാരുമായുള്ളവരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കരുണയ്ക്കായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മുഖത്താനന്ദമാകുന്നവരെ നീ തളിക്കണമേ. കർത്താവേ, എൻ്റെ മാതാവിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളെല്ലാവരെയും മരിച്ചവരെ പുണ്യപ്പെടുത്തണമേ. നിന്മാതാ വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുതാ വചനമതാൻ രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായ മൃതിരഹിത കാരുണ്യത മാർത്യന്മാർതൻ വർഗത്തിനു മുഴുവൻ ജീവനതൻ രക്ഷയുമേകാനാഗതൻ വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമീന്നും
ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാമസിഹ നിജമൃതിയാലിവർ തൻ മൃതിയമെതിച്ച് നിഹനീച്ചോനെ അപരിപാവന തൃത്വൈക സപിതാവോടൊപ്പം ജീവനഴും ൃക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതൻ കൃപ ചെയ്യണം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകരക്ഷിതാവായ ദൈവപുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഏക പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ 12 അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിനെ പ്രതിരക്ഷസാക്ഷികളായ സഹദേവന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ മാർത്തോമാസ് ലീഹ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരമ ഗ്രിഗോറിയോസ് തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ധ്യാനം നയിക്കുവാൻ അവിടുന്ന് അവസരമൊരുക്കേണ്ട നന്ദിയോടെ സ്തോത്രം. താവേ, ഞങ്ങളുടെ കൂടി ഓരോനെ അവിടുന്ന് അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൊക്കാപ്പറമ്പിൽ അച്ഛനെയും ജിബി ജോർജിനെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് സഹായം നൽകിയ എല്ലാ വൈദിക സഹോദരങ്ങളെയും പ്രിയപ്പെട്ട ശമാസിനെയും കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമൊക്കെയിലും മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാനെ, അതൊന്നും ഞങ്ങളെ ബാധിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ സന്തോഷവും സമാധാനം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ നന്മകൾക്കായിട്ട് നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാ കൊണ്ട് നിറയ്ക്കണമേ. ഈ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്ന നാനാഭാഗങ്ങളിലുള്ള എല്ലാ ആളുകളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാം അപേക്ഷ ദൈവസന്നിധിയിൽ പൂർണ്ണമായി കേട്ട് അവർക്കെല്ലാവർക്കും ശ്രേഷ്ഠമായ ആരോഗ്യവും ബലവും നൽകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ തന്നെ. ായ ഉത്രായൻ സീവാൽ നിറച്ചൊല്ലണമേ. ഹാസിനോട് ദയമായ സ്നേഹം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പിടിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസത്തോടെ വാങ്ങിപ്പോരെയും പിടിപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിക്കണം. അവിടുത്തെ ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ഒക്കെ തീർക്കുമാറാണമേ. ഷേമാ ബോറോ റൂഹോ കാദീശോ ഹോശോ വബ്കുലസുബാൻ ലെവൽ മീൻ.